എങ്ങനെ ഉണ്ടല്ലേ? സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഹണി ട്രാപ്പ് വന്നാൽ ഞാൻ പെണ്ണും പ്രതിയായിട്ട് വരും. ഇവന്റെ ഹണി ട്രാപ്പ് മാത്രം ഒരു പ്രത്യേക രീതിയിലുള്ള ഹണി ട്രാപ്പാണ്, മനസ്സിലായോ? ഇവനെ കുറച്ച് വികാരഭരിതമായി അങ്ങനെയുള്ള ഇനിയെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇവൻ ചെയ്ത വീഡിയോ കോള് എൻ്റെ മുൻ കാമുകിയുമായിട്ടായിരുന്നു. അതായിരുന്നു ഞാൻ പിടിച്ചത്. നിങ്ങൾ ഏതൊരു ന്യൂസ് ചാനൽ എടുത്താലും, നിങ്ങൾ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും, എന്തെടുത്തു കഴിഞ്ഞാലും ഈ ഹണി ട്രാപ്പിൽ ആദ്യം ഒന്നാം പ്രതിയായിട്ട് നിൽക്കൽ ആ പെണ്ണായിരിക്കും. ഇവൻ്റെ എഫ്ഐആറിൽ നിന്ന് ഞാൻ പെണ്ണിൻ്റെ പേരുണ്ടല്ലോ. ഈ നൗഫൽ ഉളിയത്തടുക്ക ആരാണ് എന്താണെന്നുള്ളത് ഈ ഫോട്ടോസുകളും ഈ ന്യൂസിൽ പറയുന്നതും കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നന്മമരം ചമയുന്ന ഖാദർ ഖാൻ്റെ പേരിൽ 4 എഫ്ഐആർ 5 എഫ്ഐആറുകളുണ്ട്. കൂടാതെ വിത്ത് പോക്സോ ഇതടക്കമുണ്ട്. ഒരു നന്മമരത്തിൻ്റെ പേരിൽ ചാർത്തപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് രാജ്യദ്രോഹം, പോലീസിനെ ആക്രമിക്കൽ, പിന്നെന്താണ് 153 എയും ബിയും ഉണ്ട്. പിന്നെ ഒരു പോസ്റ്റ്മാന് വീട്ടിൽ ഫീസ് കെട്ടായിട്ട് ഊരിക്കളഞ്ഞതിന് പേരിൽ ആ പോസ്റ്റ്മാനെ വണ്ടിയടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കേസ്. ഇതൊക്കെയുള്ള ഈ വ്യക്തി എങ്ങനെയാണ് നന്മമരാവുന്നത്? സമൂഹത്തിന് വേണ്ടി എന്ത് നന്മ നിറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഒരു വീഡിയോ ദൃശ്യങ്ങളും കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ ദൃശ്യത്തിൽ നിങ്ങൾ പറയണം ഖാദർ കരിപ്പൊടി സ്വർഗത്തിലെ പൂന്തോപ്പിക ഹൂറികളെ വിളിക്കുന്ന രീതിയിലുള്ള ആക്ഷൻ, ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷനാണ് ഈ ഖാദർ കരിപ്പൊടി ഇതിൽ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ പറയണം. ഇനി നിങ്ങൾ പറയുന്നത് ഖാദർ കരിപ്പൊടിയുടെ വീഡിയോ അല്ല, ഖാദർ കരിപ്പൊടി എന്താണ്, ഇത് ഹണി ട്രാപ്പാണ്. ഖാദർ കരിപ്പൊടിയുടെ വോയിസ് റെക്കോർഡുകൾ ഞാൻ കണ്ടിച്ചതാ. ഈ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വേറെ ആൾക്ക് കൊടുത്തപ്പോൾ ആ വ്യക്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തണം ബാംഗ്ലൂരിലുള്ള. എന്താണ് ഞാൻ അന്ന കാര്യമാണ് നോയൽ ഭായ്, ഞാൻ ഒരു കൂതറയില്ല, നിങ്ങളത് പുറത്തു വിട്ടാത്തിരുന്നില്ലേ? ഈ കണ്ണച്ചാ കുണ്ണച്ചാന്നുള്ള കളി നിനക്ക് പറ്റുന്നവരുടെ പോയി കളിക്കണം. നീ ആള് മാറിയാ കളിക്കിട്ടെന്നുള്ള ഞാൻ കളിക്കുന്ന കളി കണ്ടോ? നീ എന്നോട് ചെയ്യുന്ന ദ്രോഹമുണ്ടോ? എന്റെ പേഴ്സണൽ വീഡിയോ മറ്റൊരാൾക്ക് നീ അയച്ചു കൊടുത്തു, അതിന്റെ തെളിവ് എന്റെ ഉണ്ട്. ഉണ്ടെങ്കിൽ കൈവച്ചോ, നീ കൊണ്ടുപോയി കേസ് കൊടുക്കുക.